ഞങ്ങളിപ്പോൾ കാശ്മീരിൽ ഷിക്കാറിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, അതിലെ കാഴ്ചകളാണ്. ഇതാണ് നമ്മുടെ ഷിക്കാർ ഓടിക്കുന്ന ഡ്രൈവർ. ലോക്കോ പൈലറ്റ് ആണ്. വണ്ടി ബാലൻസ് ചെയ്യുന്നത് നിങ്ങളാണ്. യെസ്, ഒരു രക്ഷയില്ല ഗൈസ്. അതൊന്നും ഓടൂല, അതൊക്കെ റൂമുകളാണ്, ആൾക്കാർക്ക് എടുക്കാനുള്ള റൂമുകളാണ്. അത് കാണുന്നത് ചെറുവഞ്ചിയിലാണ് ഓടുന്നത്. 1000 ചെറുവഞ്ചിയിലുണ്ടെന്നാണ് അതിനാണ് ഓടുന്നത്. അത് ഷിക്കാര. അവിടെ ഒരു ലൈറ്റ് ഒക്കെ കാണുന്നുണ്ടോ? ഇന്ത്യൻ്റെ പതാകയുടെ കളറാണ്. കളർ കൊടുത്തിട്ട് അത് കാണിച്ചു കൊടുക്കണ്ടേ? അതെടുത്ത് ചന്ദ്രനൊക്കെ വളരെ അടുത്തിരിക്കണം. നിങ്ങൾ മലകൾ ഓൾറെഡി നിങ്ങളുടെ ബാക്കിലുള്ളല്ലേ, നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ മല വന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്കൊരു ജീവിതത്തിലൊരു വലിയ അനുഭവമാണ്. അതായത് ഈ നിങ്ങൾ ഫോണിലൂടെയും മൊബൈലിലൂടെ എങ്ങനെ കണ്ട് മനസ്സിലാക്കുമെന്ന് അറിയാൻ പറ്റൂല. നേരിട്ട് ഈ ഫോണിലൂടെ കാണുന്നതിൻ്റെ ഇരട്ടി ഭംഗിയാണ്. അതൊന്ന് കണ്ട് ആസ്വദിച്ചാലേ മനസ്സിലാവുള്ളൂ. ഒന്ന് നോക്കി, ആയിരക്കണക്കിന് ശിക്കാരികളാണ് ഇവിടെ മൊത്തത്തിലുള്ളത്. ഇവിടെ നോക്കുമ്പോൾ തന്നെ ഈ ലേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ, മലകൾ, പിന്നെ റിസോർട്ടുകൾ, ഒരുപാട് ബോട്ട് റിസോർട്ടുകളുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് ഒന്നും പറയാനില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. വേറെ ലോകത്തായി പോകും നമ്മൾ. ഈ കാണുന്ന മലകളൊക്കെ ഇല്ല, കാണുന്ന മലകളൊക്കെ ഇപ്പം ഈ സമയത്താണ് അതിൻ്റെ പച്ചപ്പ്. അടുത്ത മാസം കൂടി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ വെള്ള നിറത്തിലായിരിക്കും, മഞ്ഞും കൂടി കിടക്കും. കീർത്തി ചക്കരയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. അതെ അതെ, മറ്റേ പാട്ട് കേട്ടിട്ടില്ലേ? അതെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വരാൻ ആഗ്രഹമുള്ളവർ മടിച്ചു നിൽക്കാതെ എത്രയും വേഗം നമ്മൾ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ വന്ന് കാണുക. ബഡ്ജറ്റ് വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് വരാം. ഒരുപാട് നമുക്ക് കാറും മറിച്ചും ഫ്ലൈറ്റും ഇതൊന്നും ഇല്ലാതെ, ആരെയും കൂട്ടാതെ, നമ്മൾ ഒരു ട്രാവൽസിനോടും ബന്ധപ്പെടാതെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കണം. ഇപ്പൊ ഇവിടെ ബോട്ടിൽ നമുക്കൊരു 4 പേർക്ക് വന്നിരിക്കണം 1000 രൂപയാണ് 1.5 മണിക്കൂറിലേക്ക് വന്നിരിക്കുന്ന ചാർജ്. അപ്പോൾ അതുപോലെ നമ്മൾ ബാർഗനിങ് ചെയ്യണം. ബാർഗനിങ് ചെയ്താലേ ഇവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇപ്പൊ 4 പേർക്ക് നമുക്ക് സ്റ്റേക്ക് വന്നിരിക്കുന്നത് 1200 രൂപക്കാണ് 4 പേർക്ക് സ്റ്റേ വന്നിരിക്കുന്നത്. അത്യാവശ്യം ഒരു ഹോം സ്റ്റേ ആണ്. ഇപ്പൊ സീസൺ ടൈം അല്ല, അത് കാരണം കൊണ്ടാണ് ഈ എമൗണ്ട് വന്നിരിക്കുന്നത്. അതുപോലെ നമ്മ വലിയ ഹെവി ബസ്സിലും കാര്യങ്ങളിലൊന്നുമല്ല വന്നത്. അതായത് നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് ഇവിടുത്തെ ജമ്മു RTCയുടെ ബസ്സിലാണ് ഇവിടെ വന്നത്. അതായത് ജമ്മുന്ന് 550 രൂപ ഉള്ളൂ ശ്രീനഗർ വരെ. അങ്ങനെ എല്ലാവരും നോക്കി വന്നാൽ മതി. അപ്പോൾ നമ്മൾ എടുത്ത റൂമിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൻ്റെ വിസിറ്റിംഗ് കാർഡും കാര്യങ്ങളൊക്കെ. ഷിക്കാറിൽ ഇതുപോലെ പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക മൂഡുണ്ട കൊള്ളാം. ഇത് ആസ്വദിച്ച് തന്നെ അറിയണം. നല്ല ചെറിയൊരു തണുപ്പും കാര്യങ്ങളുമായിട്ട് തണുത്ത കാറ്റടിച്ചുകൊണ്ട് വൈകിട്ട് തന്നെ വരണം. ആ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ തെളിഞ്ഞിരിക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ഭംഗി കൂടുന്നത്. കാശ്മീർ സീസൺ ടൈമിൽ വരാം മാക്സിമം. ഓഫ് സീസൺ ടൈമിൽ വന്നാലും ഇതുപോലെയൊക്കെ കാണാം. നമുക്ക് ഈ ലേക്കിൽ തന്നെയുള്ള ലേക്കിൽ തന്നെയുള്ള ഷോപ്പുകളാണ്, മാർക്കറ്റാണെന്നാണ് പറയണത്. ഇത് കണ്ട, ഡ്രസ്സുകളുടെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. ഇവിടെ ടാക്സ് ഇല്ലെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയണത്. എന്താണെന്ന് അറിഞ്ഞൂടാ. പുറത്ത് 400 രൂപ കിട്ടുന്ന സാധനം ഇവിടെ 150 രൂപ കിട്ടും എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ഓക്കെ ഭയ്യ. ആ കോർണറിൽ നിന്ന് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാനാണ്. क्या है मार्केट भैया? मार्केट मीना बाजार. ഈ മാർക്കറ്റിന്റെ പേര് മീന ബസാർ എന്നാണ്. 150 क्या है भैया?
of shawls, sarees, coat, bed cover, blanket, carpet. ആ There is the hand making for here. The village people are making in home. ആ We have 150 for shawl starting here. ഓക്കെ Under 150 here. In market 400, 300 rupees. But here is no tax. It's a whole supply handmade. ഓക്കെ ഇത് ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ്. കാശ്മീരി ഡ്രസ്സുകളൊക്കെ പിന്നെ അറിയാലോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആയിരിക്കും. രണ്ട് സൈഡും